എന്നെ സംബന്ധിച്ച് ഇതൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എണീറ്റു. ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്താണെന്ന് വെച്ചെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ പെയിൻറ്റിങ്സൊക്കെ ഒന്ന് എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഓൾറെഡി പെയിൻറ്റിങ്സൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തു ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇത്രയും നേരത്തെ ഫേസിൻ്റെ ആ ഒരു ഡൾനെസ് മാറ്റാൻ വേണ്ടിയിട്ട് എണീറ്റപാടെ തന്നെ ഐസ് വാട്ടറിൽ കുറച്ച് നേരം അങ്ങനെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. ഏർലി മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത് കഴിച്ചേ പറ്റുള്ളൂ. കാരണം ഈവനിങ് 8 മണി വരെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതുവരെയും നിൽക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ ചെറിയ രീതിയിൽ ഫുഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് റെഡിയായി പോകാനുള്ളത്. ഞാൻ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ വേറെയും 2-3 പെയിൻറ്റിങ്സ് ഉണ്ട്. എൻ്റെ മെയിനായിട്ടുള്ള പെയിൻറ്റിങ് ഒരു ഗണേശൻ്റെ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. റൂമിൽ നിന്ന് ഒരു 45 മിനിറ്റ്സിൻ്റെ അടുത്തൊക്കെ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നിത്തുവാണ് എന്നെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. എന്താവും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒരു പേടി. അങ്ങനെ ലൊക്കേഷൻ എത്തി. ജുമേരയിലുള്ള അൽ ജലീല കൾച്ചറൽ സെൻറ്ററിലായിരുന്നു ഇത് എക്സിബിഷൻ ഉണ്ടായിരുന്നത്. എനിക്കിതിന് മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സിൽ പരിചയപ്പെട്ട ആൾക്കാരെ ത്രൂ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ പെയിൻറ്റിങ്. അവിടെ സെൻട്രലൈസിട്ടുള്ള ഗണേശ എൻ്റെ പെയിൻറ്റിങ്ങാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പെയിൻറ്റിങ്സും കൂടി ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരുമിച്ചായിരുന്നില്ല അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെപ്പറേറ്റ് ആയിരുന്നു. എനിക്ക് പിന്നെ ആദ്യത്തെ ഒരു ഇതായതുകൊണ്ട് എന്താണെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെയും അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്കി പെയിൻറ്റിങ്സാണ്. ഏകദേശം ഒരു 200-ന് മേലെ പെയിൻറ്റിങ്സ് അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏജ് ലിമിറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഏജ് തൊട്ടുള്ള ആൾക്കാർ വെച്ചിട്ടുണ്ട്. കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ പെയിൻറ്റിങ്സ് അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടന്നു. രാവിലെ തന്നെ 9:30 ആയി പ്രോഗ്രാം. 9:30 ആണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇനാഗുറേഷൻ്റെ ടൈം. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു ഇനാഗുറേഷൻ ആകുമ്പോൾ. അപ്പോൾ അതുവരെ ഇങ്ങനെ തേരാപ്പര ഇങ്ങനെ നടന്നു. ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ. അപ്പോൾ അങ്ങനെ ഇനാഗുറേഷൻ തുടങ്ങാൻ ടൈമായി. ഇതിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടുത്തെ ഫേമസ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇനാഗുറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെല്ലെ അകത്തോട്ട് കയറി. എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ അവിടെ നിൽക്കുമ്പം ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എക്സ്പോഷർ കുറച്ച് കൂടുതലായിരിക്കും. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കൂടുതലാണ്, ചാൻസസ് കൂടുതലാണ്. ആരെങ്കിലും ത്രൂ നമുക്ക് എക്സിബിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വരും. പക്ഷെ ഇവിടെ UAE ആകുമ്പം നല്ല എക്സ്പെൻസീവാണ്. അപ്പം അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ നമുക്കൊരു 2-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ആൾക്കാർ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്കും പോയി പെയിൻറ്റിങ്സൊക്കെ കളക്ട് ചെയ്താൽ മതിയോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്സും ഹസ്ബൻഡൊക്കെ വന്നിട്ട് കുറച്ച് നേരം അവിടെ പുറത്തിരുന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് 8 മണിയാകുമ്പോൾ ഒന്ന് തിരിച്ചു പോയിട്ട് പെയിൻറ്റിങ്സൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക്.